പാക് പ്രകോപനത്തിന് വീണ്ടും ഇന്ത്യയുടെ കനത്ത പ്രഹരം. അതിർത്തി സംസ്ഥാനങ്ങളിൽ പാക് സേന നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ ചെറുത്തതിനു പിന്നാലെ പാകിസ്ഥാനിൽ ഇന്ത്യൻ സേനയുടെ പ്രത്യാക്രമണം. പാക് തലസ്ഥാനം ഇസ്ലാമാബാദ് അടക്കം പ്രധാന നഗരങ്ങളിൽ ഇന്ത്യയുടെ വ്യോമാക്രമണം. പൂഞ്ച് അടക്കമുള്ള അതിർത്തി മേഖലയിൽ കരസേനയും പാക് സൈനികരും തമ്മിൽ ഏറ്റുമുട്ടി. കറാച്ചി തുറമുഖം നാവികസേന ആക്രമിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്ന സൂചനകൾ വരുന്നു. പാകിസ്ഥാനിൽ ആഭ്യന്തര സംഘർഷവും മൂർച്ഛിക്കുന്നു. ബലൂച്ച് മേഖലയിലെ കൊറ്റ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുത്തു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് വൻ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. തുടർ നടപടികൾ വിശദീകരിക്കാൻ ഇന്ന് രാവിലെ 10 മണിക്ക് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമങ്ങളെ കാണുന്നു. സുരക്ഷാ നടപടികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ യുദ്ധകാല നിരീക്ഷകൻ ബി ദിലീപ് കുമാർ, അതുപോലെ ഡൽഹിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ എന്നിവർ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, ശ്രീനഗർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റവും അതുപോലെ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണവും ഒക്കെ നടന്നു. മാത്രമല്ല ശ്രീനഗർ എയർപോർട്ടിലേക്കുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തി. എന്നാൽ നമ്മുടെ സൈന്യം അതൊക്കെ ചെറുത്ത് തോൽപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? അവർ ശ്രീനഗറിലെ ജീവിതം സാധാരണഗതിയിൽ മുന്നോട്ട് പോവുകയാണോ അതോ കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണോ? എന്താണ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് SKN. മെയ് 8 എന്ന ദിനം പാകിസ്ഥാന് ചരിത്രത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമാക്കി ഇന്ത്യൻ സൈന്യം മാറ്റിയിരിക്കുന്നു. പകലും രാത്രിയും പാകിസ്ഥാൻ ഇതുവരെ കാണാത്ത പ്രതിരോധമാണ് ഇന്ത്യൻ സൈന്യം കാഴ്ചവെച്ചത്. പകൽ പാകിസ്ഥാന്റെ ആക്രമണത്തിന് മറുപടി നൽകുകയായിരുന്നു ഡ്രോണുകളുടെ രൂപത്തിൽ ഇന്ത്യൻ സൈന്യം എങ്കിൽ രാത്രി ഇരുട്ടിയപ്പോൾ പാകിസ്ഥാൻ SKN നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ഇരുട്ടിന്റെ മറവിൽ ഇന്ത്യയിലെ നഗരങ്ങൾ, ഒപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവ ആക്രമിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. നൂറുകണക്കിന് ഡ്രോണുകളാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ ലക്ഷ്യമാക്കി പറഞ്ഞയച്ചത്. അതിനെ എല്ലാം വിടാതെ തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും ജമ്മു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ ആദ്യ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ജമ്മു വിമാനത്താവളം കേന്ദ്രീകരിച്ച് 16ലേറെ ഡ്രോണുകളാണ് വന്നത്. ഇതിൽ ഒന്ന് മാത്രമാണ് നിലം പതിച്ചത് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചത്. മറ്റെല്ലാം തന്നെ ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കാൻ, ഭസ്മമാക്കി മാറ്റാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. 8 മിസൈലുകൾ പാകിസ്ഥാൻ അയച്ചിരുന്നു ഇന്ത്യക്ക് നേരെ, ഇന്ത്യൻ നഗരങ്ങൾക്ക് നേരെ, പ്രതിരോധ കേന്ദ്രങ്ങൾക്ക് നേരെ. ഇതെല്ലാം തന്നെ ആകാശത്ത് വെച്ച് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു. SKN സൂചിപ്പിച്ച പോലെ തന്നെ ശ്രീനഗർ വിമാനത്താവളം ലക്ഷ്യം വെച്ചും ഒരു ഡ്രോൺ ആക്രമണ ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് പ്രതിരോധം എന്ന്, അല്ലെങ്കിൽ ഇന്ത്യ എവിടെ എത്തി സാങ്കേതിക വിദ്യയിലും പ്രതിരോധ സാങ്കേതിക അപ്ഡേഷൻസിലും എന്നും പാകിസ്ഥാന് ബോധ്യപ്പെട്ട രാത്രി കൂടിയാണ് കടന്നുപോയത്. ഇന്നലെ ജമ്മു കശ്മീരിലെ നഗരങ്ങൾ പൂർണ്ണമായും തന്നെ ഇരുട്ടിലായിരുന്നു. അത് ആശങ്കയുടെ ഇരുട്ടല്ല, അത് ഒരു മുൻകരുതലിന്റെ ഭാഗമായി ഏജൻസികൾ ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത്. പാകിസ്ഥാന്റെ ആക്രമണം ആരംഭിച്ച് 1 മണിക്കൂറിനകം തന്നെ ഇന്ത്യൻ നഗരങ്ങൾ പൂർണ്ണമായും ഈ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും ഇരുട്ടിലായി. അത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഒരു മുൻകരുതൽ പാകിസ്ഥാൻ ഒരു ഘട്ടത്തിലും വെളിച്ചം കണ്ട് നഗരപ്രദേശങ്ങൾ, ജനവാസ മേഖലകൾ തിരിച്ചറിയരുത് എന്നുള്ള ഒരു മുൻകരുതലിന്റെ ഭാഗമാണ് ആ നടപടിയെന്നും രാത്രി തന്നെ പ്രതിരോധ മന്ത്രാലയം വിശദീകരിച്ചു ജനങ്ങളോട്. ശ്രീനഗർ വീണ്ടും സാധാരണ ഒരു ദിനം പോലെ തന്നെ ഉണർന്നിരിക്കുകയാണ്. SKN നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സാധാരണ പോലെ തന്നെ ജനങ്ങൾ ഉണർന്നു വരുന്നു. തെരുവുകൾ സാധാരണ നിലയിൽ തന്നെയാണ്. ഇത്തരത്തിൽ ഒരു ശ്രമം, ഈ നഗരങ്ങളെ ഉൾപ്പെടെ ചുട്ടരിക്കാനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായി എന്ന് പോലും ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. അത്രത്തോളം ശക്തമായ പ്രതിരോധം കവചം ഇന്ത്യ തീർത്തിരിക്കുന്നു. ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ തീർത്തിരിക്കുന്നു. S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയിലേക്ക് ഒരു ശത്രു ആയുധത്തെ പോലും പ്രവേശിക്കാൻ അനുവദിച്ചിട്ടില്ല. ഒരു തരിമ്പ് പോലും പോറലേറ്റിട്ടില്ല ഇന്ത്യയിൽ ഒരിടത്തും എന്ന് സൈന്യം തന്നെ രാത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം SKN ഇന്നലെ കണ്ടത് പാക് സൈന്യത്തിന്റെ വീണ്ടും ഒരു നീച പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിർത്തി മേഖലയിൽ, അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം, ഒപ്പം നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഗ്രാമ മേഖലകൾ കേന്ദ്രീകരിച്ച്, ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് 8 ഇടങ്ങളിൽ മെന്ദർ, ഉറി, ബാരാമുള്ള, ഒപ്പം തന്നെ കുപ്വാര, ജമ്മു, രജൌരി, പൂഞ്ച് മേഖലകൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കടുത്ത ആക്രമണം, റോക്കറ്റ് ആക്രമണം ഉണ്ടായി. ഈ വലിയ തോതിലുള്ള പീരങ്കി ഉണ്ടകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവിടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ 2 രാത്രി പോലെ തന്നെ ഇന്ത്യൻ സൈന്യം
ശക്തമായ പ്രതിരോധമാണ്. കാരണം പാകിസ്ഥാന് ഉചിതമായ തുല്യമായ മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യം തയ്യാറായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായി തന്നെ ഇന്ത്യൻ പീരങ്കികൾ അതിർത്തികളിൽ വിന്യാസം പൂർത്തിയാക്കി. പാകിസ്ഥാന്റെ ഒരു പ്രകോപനമുണ്ടായാൽ അതിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ തയ്യാറായിരുന്നു. ആ തിരിച്ചടി പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വിറച്ചുപോയിരിക്കുന്നു. കഴിഞ്ഞ 16 രാത്രികളിൽ എല്ലാ ദിവസവും പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയിരുന്ന പാകിസ്ഥാനിലെ നേതാക്കൾ അവർ ഇന്ന് മിണ്ടുന്നില്ല. ഒരു പ്രതികരണവും പാകിസ്ഥാനിൽ നിന്നും ഈ നേരം വരെയും പുറത്തു വന്നിട്ടില്ല. ഇന്ത്യയുടെ പ്രതിരോധം ആരംഭിച്ച് അടുത്ത നിമിഷം മുതൽ തന്നെ പാകിസ്ഥാൻ ആശങ്കയുടെ രാത്രിയാണ് സമ്മാനിച്ചത്. അത് ഒരു നഗരമല്ല, പാകിസ്ഥാനിലെ 5 നഗരങ്ങൾ പൂർണ്ണമായും അടച്ചുപൂട്ടേണ്ട സാഹചര്യമുണ്ടാവുന്നു. സർക്കാർ ഔദ്യോഗികമായി തന്നെ ഉത്തരവിറക്കുന്നു. തലസ്ഥാനമായ ഇസ്ലാമാബാദ് പൂർണ്ണമായും ബൽറാം, മറ്റൊരു കാര്യം, ഇതിലെ രാത്രി വൈകി വന്നൊരു വാർത്തയുണ്ടല്ലോ, അതായത് പാകിസ്ഥാൻ പൂർണ്ണമായും പിൻവാങ്ങി എന്നുള്ള വാർത്തകൾ, അതിന്റെ സത്യസ്ഥിതി എന്തായിരുന്നു? SKN അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാൻ പൂർണ്ണമായും പിന്മാറി എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് പാകിസ്ഥാൻ പിന്മാറിയതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ പ്രയോഗിച്ച ആയുധങ്ങൾ മുഴുവൻ നിഷ്പ്രഭമാക്കുകയും തിരിച്ചടിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യ ഇന്നലെ രാത്രി സമ്മാനിച്ചത്. പ്രതിരോധിക്കാൻ മറ്റ് സംവിധാനമില്ലാത്ത സാഹചര്യമുണ്ടായി. രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾ അവർ പോലും ജനങ്ങളുടെ രോഷത്തിന് ഇരകളായി മാറുന്ന കാഴ്ചയാണ്. സൈനിക മേധാവിയെ പോലും മാറ്റുന്ന ഒരു സാഹചര്യം അത്തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ ഇതുവരെയും ഇന്ത്യക്ക് നേരെ ഇന്നലെ വൈകിട്ട് 7:30 ശേഷം ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇതുവരെയും പാകിസ്ഥാനിലെ ഒരു നേതാവ് പോലും ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് പാകിസ്ഥാനിൽ അവശേഷിക്കുന്നത്, എന്താണ് അവിടുത്തെ ചിത്രം എന്നുള്ളത് ഇനി വ്യക്തമാകേണ്ടതുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുരക്ഷിത ഇടം തേടി മാറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് 20 കിലോമീറ്റർ അകലെ പോലും സ്ഫോടനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നത് ഭീകരതയെ സംരക്ഷിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ യഥാർത്ഥ ചിത്രമാണ്. ഭീകരരെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ട പാകിസ്ഥാന് അതിന് എന്താണ് പ്രതിരോധം എന്ന് ഇന്ത്യൻ സൈന്യം കാണിച്ചു കൊടുത്തിരിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഭീകരവാദികളെ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രം മാത്രമായി പാകിസ്ഥാൻ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു ലോകത്തിന് മുന്നിൽ. സ്വന്തം പിന്താങ്ങ് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ചൈന പോലും പാകിസ്ഥാനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയും അയൽക്കാരാണെന്ന് ചൈനയെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നു. അത് ചൈന കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം എന്താണ് എന്ന് അത് ലോകത്തിനും ബോധ്യമായ രാത്രിയാണ് കടന്നുപോയത്. ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബൽറാം, അവിടെ തന്നെ തുടരുക.